السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ബഹുമാനികളെ, പരിശുദ്ധ റജബ് 26-ാം രാവാണ് കടന്നു വന്നിട്ടുള്ളത്. ഏതാനും ദിനങ്ങൾ മാത്രമാണ് നമുക്ക് മുമ്പിൽ ബാക്കിയുള്ളത്. പിന്നെ ശഅബാൻ മാസമാണ് കടന്നു വരുന്നത്. ആ ശഅബാൻ മാസത്തെ നമുക്ക് കൂടുതലായി വർദ്ധിപ്പിക്കേണ്ട ഒരു സൽക്കർമ്മം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാസമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പരിശുദ്ധ ശഅബാൻ മാസത്തിൽ നമുക്ക് ധാരാളം സ്വലാത്ത് ചൊല്ലി തീർക്കാൻ കഴിയണം. ആ ഒരു മാസത്തിൽ ഇത്ര എണ്ണത്തിൽ ഞാൻ സ്വലാത്ത് ചൊല്ലി തീർക്കുമെന്നുള്ളൊരു തീരുമാനം ഞാനും നിങ്ങളും എടുത്തിരിക്കണം. അങ്ങനെ ചെയ്താൽ നമുക്ക് ഉന്നതമായ വിജയമാണ് കാത്തിരിക്കുന്നത്. തങ്ങളെ ഉറക്കിലും ഉണർവിലും നമുക്കൊക്കെയും കാണാൻ കഴിയണം. അല്ലാഹു തആല കൂട്ടത്തിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനികൾ, ഇന്നത്തെ മജ്ലിസിൽ ചൊല്ലാനുള്ള അതിമഹത്തായ ദിക്ർ, അതിനു മുമ്പായി നമുക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലണം. റജബിലെ ഓരോ ദിനങ്ങളിൽ ചൊല്ലി വരേണ്ട, ഇതുവരെയും ചൊല്ലി വന്ന ഇനിയുള്ള ദിനങ്ങളിൽ ചൊല്ലാൻ അല്ലാഹു തആല ഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇസ്തിഗ്ഫാർ, ഈ ഒരു ഇസ്തിഗ്ഫാർ നമുക്ക് ചൊല്ലണം. ചൊല്ലിയാൽ നരകം അദ്ദേഹത്തെ സ്പർശിക്കില്ലെന്ന് മഹാന്മാർ വളരെയധികം മഹത്വം കൽപ്പിച്ച അതിമഹത്തായൊരു ദിക്റാണ്, ഇസ്തിഗ്ഫാറാണ് ഈ പറയാൻ പോകുന്ന ഇസ്തിഗ്ഫാർ. അതുകൊണ്ട് എല്ലാവരും വലിയ ഇഖ്ലാസോട് കൂടെ തന്നെ ഇസ്തിഗ്ഫാർ ചൊല്ലണം. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. എപ്പോഴും ഇസ്തിഗ്ഫാർ ചൊല്ലണം. അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹൽ അസീം എന്നിങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കണം. കാരണം ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുന്നവൻ, ഇസ്തിഗ്ഫാർ ദിവസവും ചൊല്ലുന്നവൻ, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ടെൻഷൻ ഉണ്ടാവുകയില്ല, സാമ്പത്തിക പ്രശ്നമുണ്ടാവുകയില്ല, ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരില്ലെന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് എല്ലാവരും നല്ല ഇഖ്ലാസോട് കൂടെ തന്നെ 70 തവണ വീതം എന്റെ കൂടെ ഏറ്റുചൊല്ലുക. അല്ലാഹു തആല നമുക്ക് ബറക്കത്ത് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി 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 അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി
أستغفر الله وأتوب إليه 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 അല്ലാഹുവേ നമ്മുടെ ഇസ്തിഗ്ഫാർ നീ സ്വീകരിക്കണമല്ലോ, നമ്മുടെ തൗബ നീ സ്വീകരിക്കണമല്ലോ. നമുക്ക് കാമിലായ പരിപൂർണമായ തൗബ തന്ന് നമ്മുടെ പാപങ്ങളൊക്കെയും പുറത്തു തന്ന് ഇരുലോക വിജയികളെ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തണം റഹ്മാനെ. ഇരുലോക വിജയികളെ കൂട്ടത്തിൽ ഞങ്ങളെ ചേർക്കണം റഹ്മാനെ. അല്ലാഹുവേ ദുനിയാവിലും ആഖിറത്തിലും ഇസ്സത്തുള്ള ജീവിതം നൽകണമല്ലോ. ഒരാളുടെ മുമ്പിലും നമ്മുടെ ആവശ്യങ്ങൾ തുറന്നു പറയേണ്ട ഒരവസ്ഥ നമുക്ക് വരുത്തല്ലേ അല്ലാഹ്. ഇസ്തിഗ്ഫാർ ദിവസവും ചൊല്ലാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. മരണം വരേക്കും ഇസ്സത്തോടെ ഈമാനോടെ തഖ്വയോടെ ജീവിക്കാനുള്ളൊരു സബബാക്കി മാറ്റണം റഹ്മാനെ. എല്ലാവരും കൂടെ ഇന്ന് ചൊല്ലേണ്ട അതിമഹത്തായ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ദിക്ർ മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സവാറ്റിൽ ചൊല്ലി അതിമഹത്തായ ഒരു ദിക്റാണ് ഈ ദിക്ർ. ഹബീബായ തങ്ങൾ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, فإنه لم يدع بها رجل مسلما في شيء قط إلا استجاب الله له. ഒരു മുസ്ലിമായ മനുഷ്യൻ ഒരു വിഷയത്തിന് വേണ്ടി ഈ ഒരു ദിക്ർ ചൊല്ലി അല്ലാഹുവിനോട് എന്തു ചോദിച്ചാലും ആ ചോദ്യത്തിന് അല്ലാഹു തആല ഉത്തരം കൊടുത്തിരിക്കും. അദ്ദേഹം എന്താണ് ചോദിക്കുന്നത് അത് അദ്ദേഹത്തിന് അല്ലാഹു തആല കൊടുത്തിരിക്കുമെന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ച അതിമഹത്തായ ഒരു ദിക്റാണ് ഈ ദിക്ർ. അതുകൊണ്ട് എല്ലാവരും എന്റെ കൂടെ തന്നെ 100 തവണ വീതം ഏറ്റു ചൊല്ലുക. അല്ലാഹു തആല നമുക്ക് ബറക്കത്ത് ചെയ്യട്ടെ. ഈ ദിക്ർ ചൊല്ലിയ കാരണത്താൽ നമ്മുടെ മനസ്സ് അല്ലാഹു തആല നന്നാക്കട്ടെ. നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും അല്ലാഹു തആല പൂർത്തിയാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين. لا إله إلا أنت سبحانك إني كنت من الظالمين.
لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين
لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين അല്ലാഹുവേ നമ്മുടെ ദിക്റുകൾ നീ സ്വീകരിക്കണമല്ലോ. നാം നമ്മുടെ മനസ്സിലുള്ള എല്ലാ മുറാദുകൾ നീ ഹാസിലാക്കണം റഹ്മാനെ. ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ മനസ്സ് നന്നാക്കണമല്ലോ, നമ്മുടെ ഉള്ളു നന്നാക്കണമല്ലോ. നമുക്ക് മരണം വരേക്കും ഈമാനോടെ തഖ്വയോടെ ജീവിച്ച് പുഞ്ചിരിച്ച് മരിക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനേ. എല്ലാവരും കൂടെ 4 സ്വലാത്ത് ചൊല്ലണം, 11 തവണ വീതം എല്ലാ ദിവസവും ചൊല്ലി വരുന്നത് പോലെ ഇപ്പോഴും നമുക്ക് ചൊല്ലണം. എല്ലാവരും കൂടെ ഏറ്റു ചൊല്ലുക. 4 സ്വലാത്ത് അത്ഭുതമാണ്, ഇതിന്റെ മഹത്വം പല തവണ സൂചിപ്പിച്ചതാണ്. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك
اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحفائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة سلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة سلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة سلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. بسم الله الرحمن الرحيم.
الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. അല്ലാഹുവേ നീ സ്വീകരിക്കണം റഹ്മാനെ. നമോദിയ പരിശുദ്ധ ഖുർആനോത്തും സ്വലാത്തും ദിക്റുകൾ ഇസ്തിഗ്ഫാറുകൾ നീ കബൂൽ ചെയ്യണം റഹ്മാനെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലേക്ക് എത്തിച്ചു കൊടുക്കണം അല്ലാഹ്. അവിടുത്തെ മാതാപിതാക്കൾ, അവിടുത്തെ ഭാര്യമക്കള്, ഇരമക്കള്, പേരമക്കൾ, അവിടുത്തെ അജിതാദീങ്ങൾ, അവിടുത്തെ സ്വഹാബുൽ കിറാമിന്റെ ഹദ്റാത്തുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. എല്ലാ അംബിയാ, മുർസലീങ്ങൾ, സ്വാലിഹീങ്ങൾ, മശായിഖന്മാർ, ഉസ്താദന്മാർ, കുടുംബത്തിൽ മരിച്ചുപോയ സർവ്വ മുഅ്മിനാത്തുകളുടെ ഹദ്റാത്തുകളിലേക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് പ്രത്യേകിച്ച് മഹാനായ ശൈഖ് മുഹയ്യിദ്ദീൻ ഖദ്ദസല്ലാഹു തആല സിറഹുൽ അസീസ് തങ്ങളുടെ ഹദ്റത്തിലേക്കും അഹ്മദുൽ കബീർ റിഫാഇ ഖദ്ദസല്ലാഹു തആല സിറഹുൽ അസീസ് തങ്ങളുടെ ഹദ്റത്തിലേക്കും മഹാനായ ഖാജ മുഈനുദ്ദീൻ ജിസ്തിൽ അജ്മീരി ഖദ്ദസല്ലാഹു തആല സിറഹുൽ അസീസ് തങ്ങളുടെ ഹദ്റത്തിലേക്കും അഹ്മദ് റളാ ഖാൻ ബരൽവി ഖദ്ദസല്ലാഹു തആല സിറഹുൽ അസീസ് തങ്ങളുടെ ഹദ്റത്തിലേക്കും മഹാനായ ശൈഖ് സിയം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു തആല സിറഹുൽ അസീസ് തങ്ങളുടെ ഹദ്റത്തിലേക്കും സർവ്വ മഹാന്മാർ ഉസ്താദന്മാരുടെ ഹദ്റാത്തുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ നമ്മുടെ മജ്ലിസിൽ പങ്കെടുക്കുന്ന, മജ്ലിസിൽ കൂടുന്ന, കൂടെ ദിക്റുകൾ സ്വലാത്തുകൾ ചൊല്ലുന്ന അവരുടെ കുടുംബത്തിൽ ആരൊക്കെയോ മരിച്ചുപോയോ റബ്ബേ, അവരുടെ കുടുംബാദികളിലേക്ക് ഇതിന്റെ സവാബ് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. ആ മരിച്ചുപോയ ഖബറുകളിലേക്ക് ഇതിന്റെ സവാബ് എത്തിച്ചു കൊടുക്കണം അല്ലാഹുവേ. പ്രത്യേകിച്ച് പലസ്തീനിൽ മരിച്ചുപോയ ശുഹദാക്കളുടെ ഹദ്റാത്തുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ ചൊല്ലിയ ദിക്റിന്റെ സ്വലാത്തിന്റെ ഖുർആനോത്തിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ മനസ്സ് നന്നാക്കണം അല്ലാഹ്. സലീമായ ഖൽബ് നൽകണം റഹ്മാനെ. നമ്മുടെ ദുആക്ക് നീ ഇജാബത്ത് നൽകണം അല്ലാഹ്, ഉത്തരം നൽകണം റഹ്മാനെ. ബഹുമാനികൾ, നമ്മുടെ ഉദ്ദേശങ്ങൾ, ആവശ്യങ്ങൾ പലതും ഉണ്ടാകും. പല വിഷയങ്ങൾ പറഞ്ഞിട്ടാണ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യപ്പെട്ടത്. കൊണ്ട് നിങ്ങളുടെ ആ കമന്റുകളും എല്ലാം വായിച്ചിട്ടാണ് മജ്‌ലിസിൽ കൂടാറുള്ളത്. അപ്പൊ നിങ്ങൾക്കെല്ലാം വേണ്ടി ഞാൻ ദുആ ചെയ്യും. നിങ്ങൾ പ്രത്യേകിച്ച് ഇഖ്ലാസോട് കൂടെ തന്നെ ആമീൻ ചൊല്ലണം. നിങ്ങളുടെ ഉദ്ദേശങ്ങൾ മനസ്സിൽ കരുതണം. അല്ലാഹു തആല നമ്മുടെ ദിക്റുകൾ സ്വലാത്തുകളൊക്കെയും അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. أرحم الراحماയ മലിക്കുൽ ജബ്ബാറായ രാജ സയ്യിദായ സമദായ തമ്പുരാനെ, പടച്ച റബ്ബേ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഉസ്താദന്മാർ, ഭാര്യമക്കള്, കൂട്ടുകുടുംബക്കാർ, ജ്യേഷ്ഠാനുജൻ, പെങ്ങന്മാർ, സഹോദരന്മാർ,
അയൽവാസികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഇവിടെ മജ്ലിസിൽ കൂടുന്ന ഓരോ മുഅ്മിനാത്തുകളുടെയും എല്ലാവിധ പാവങ്ങൾ നീ പുറത്തു തരണം റഹ്മാനെ. അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവും ചെയ്തു കൂട്ടിയ സർവ്വ തിന്മകൾ നീ അഫൂ ചെയ്യണമല്ലോ, നീ മാപ്പ് ചെയ്യണം റഹ്മാനെ. ഇനിയുള്ള ജീവിതം നിന്റെ തൃപ്തിയിലാക്കണമല്ലോ, നിന്റെ പൊരുത്തത്തിലാക്കണം റഹ്മാനെ. സലീമായ കൽബ് നൽകണമല്ലോ, നല്ല മനസ്സിന്റെ ഉടമകളാക്കണം റഹ്മാനെ. ആരോടും വെറുപ്പില്ലാതെ, ഹസദില്ലാതെ, കിബറില്ലാതെ, വഞ്ചിക്കാതെ, ഫിത്നയാക്കാതെ, ഗീബത്ത് നമീമത്ത് പറയാതെ, ആരെയും വേദനിപ്പിക്കാതെ, വാക്കാലോ പ്രവർത്തന നിലക്ക് ആരെയും വേദനിപ്പിക്കാതെ നല്ല നിലക്കുള്ളൊരു ജീവിതം നൽകണം റഹ്മാനെ. നല്ല ജീവിതം നൽകണം റഹ്മാനെ. കൽബ് ശുദ്ധിയാക്കണമല്ലോ, നമ്മുടെ ഉള്ളു നന്നാക്കണമല്ലോ, നമ്മുടെ ഉള്ളും പുറവും നന്നാക്കണം റഹ്മാനെ. ആരെയും ഒന്നും പറയാതെ, ആരെയും നോവിക്കാതെ ജീവിക്കുന്നവരാക്കണം റഹ്മാനെ. സൽ സ്വഭാവം നൽകണമല്ലോ, ഉത്തമ സ്വഭാവത്തിന്റെ ഉടമകളാക്കണം റഹ്മാനെ. അല്ലാഹുവേ, നമ്മുടെ സ്വകാര്യ ജീവിതം നന്നാക്കണം റഹ്മാനെ. ഹറാമുകളെ തൊട്ട് നമ്മുടെ കണ്ണിനെയും നമ്മുടെ അവയവങ്ങളെയും സൂക്ഷിക്കാനുള്ള തൗഫീക്ക് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, നീ തൗഫീക്ക് നൽകണം റഹ്മാനെ. അല്ലാഹ്, നിനക്ക് വേണ്ടി നിർവഹിക്കുന്ന നിസ്കാരങ്ങളും ദിക്റുകളൊക്കെയും ഇഖ്ലാസോടെ നിർവഹിക്കാനും ചൊല്ലാനും ദാനധർമ്മങ്ങൾ നടത്താനുള്ള തൗഫീക്ക് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഇഖ്ലാസുള്ള പ്രവർത്തനങ്ങളാക്കണം റഹ്മാനെ. നിന്റെ മഹാന്മാർ നിന്നെ ഏത് രൂപത്തിൽ പേടിച്ചവർ നിസ്കരിച്ചോ അതുപോലെ നമുക്കും നിസ്കാരം നിർവഹിക്കാനുള്ള തൗഫീക്ക് നൽകണമല്ലോ. അല്ലാഹുവേ, തഖ്വ നൽകണമല്ലോ, ഭക്തി നൽകണമല്ലോ, ഇഖ്ലാസ് നൽകണമല്ലോ, ഖുശൂഅ് നൽകണമല്ലോ. അല്ലാഹുവേ, നിസ്കാരത്തിൽ കൈകെട്ടിയാൽ പല ചിന്തകളാണ്, നമ്മുടെ മനസ്സ് ഏതോ ലോകത്താണ്. അല്ലാഹുവേ, ഇഖ്ലാസ് നൽകണമല്ലോ, ഖുശൂഅ് നൽകണമല്ലോ. അല്ലാഹുവേ, നിനക്ക് വേണ്ടി നിർവഹിക്കുന്ന നമ്മുടെ നിസ്കാരം ഇഖ്ലാസുള്ളതാക്കണമല്ലോ, ജമാഅത്തായി നിർവഹിക്കുന്ന നിസ്കാരങ്ങളാക്കണം റഹ്മാൻ. നേർവയിലാക്കണമല്ലോ ഞങ്ങളെ. നീ മരണത്തിന് മുമ്പ് നിന്റെ യഥാർത്ഥ മുത്തഖീങ്ങളെ കൂട്ടത്തിൽ ഞങ്ങളെ ചേർക്കണം റഹ്മാനെ, ഞങ്ങളെ ചേർക്കണം റഹ്മാൻ. നമ്മുടെ സ്വകാര്യ ജീവിതം നന്നാക്കണമല്ലോ. ഒറ്റപ്പെടുമ്പോൾ നിന്നെ ഭയക്കുന്ന മനസ്സ് നൽകണമല്ലോ. ഹബീബായ തങ്ങളെ ഓർത്ത് കരയുന്ന മനസ്സാക്കണം റഹ്മാനെ. അവിടത്തോടുള്ള ഹബ്ബ് നൽകണമല്ലോ, അവിടത്തോടുള്ള മുഹബ്ബത്ത് നൽകണമല്ലോ. അവിടുത്തെ പേരിൽ ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കാനുള്ള തൗഫീക്ക് നൽകണം റഹ്മാനെ. റബ്ബേ, ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലി പരിശുദ്ധ ഭൂമക നമുക്ക് ഉറക്കിലും ഉണർവിലും കാണാനുള്ള തൗഫീക്ക് നൽകണമല്ലോ. പരിശുദ്ധ മദീനയിലേക്ക് പലതവണ എത്താനുള്ള തൗഫീക്ക് നൽകണമല്ലോ. ഒരുപാട് തവണ പരിശുദ്ധ മദീനയിലെത്താൻ, പച്ചക്കുബ്ബ കാണാൻ, പരിശുദ്ധ കഅബ ശരീഫിലെത്താനുള്ള തൗഫീക്ക് നൽകണം റഹ്മാനെ. ആയുസ്സിൽ ഒരുപാട് തവണ ഹജ്ജും ഉംറയും നിർവഹിക്കാനും ഹബീബായ തങ്ങളുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീന സിയാറത്ത് ചെയ്യാനുള്ള തൗഫീക്ക് നൽകണമല്ലോ, തൗഫീക്ക് നൽകണമല്ലോ. റബ്ബേ, നമുക്ക് നീ തൗഫീക്ക് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഒരുപാട് സ്വലാത്ത് ചൊല്ലാനുള്ള തൗഫീക്ക് നൽകണമല്ലോ. ഒറ്റ ദിവസം പോലും സ്വലാത്ത് ചൊല്ലാത്ത ഒരു നാള് നമുക്ക് നീ തരല്ലയല്ലോ, നീ തരല്ലയല്ലോ. എല്ലാ ദിവസവും സ്വലാത്ത് ചൊല്ലാനും നമ്മുടെ ഇരുത്തത്തിലും നടത്തത്തിലുമൊക്കെയും നമുക്ക് സ്വലാത്ത് ചൊല്ലാനുള്ള തൗഫീക്ക് നൽകണമല്ലോ. നീ തൗഫീക്ക് നൽകണമല്ലോ, നീ തൗഫീക്ക് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഹബീബായ തങ്ങളെ സന്തോഷിപ്പിക്കുന്ന അവിടുത്തെ യഥാർത്ഥ ഉമ്മത്തീങ്ങളെ കൂട്ടത്തിൽ ഞങ്ങളെ ചേർക്കണമല്ലോ. ഇവിടത്തേക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കാണാനും ചെയ്യാനും പ്രവർത്തിക്കാനും പ്രചരിപ്പിക്കാനുള്ള തൗഫീക്ക് നൽകണമല്ലോ. അവിടത്തേക്ക് ഇഷ്ടമില്ലാത്ത എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്ന്, പ്രവണതകളിൽ നിന്ന് പൂർണ്ണമായും വിട്ടു നിൽക്കാനുള്ള തൗഫീക്ക് നൽകണമല്ലോ.
അവിടെ നിഷിദ്ധമാക്കിയ സർവ്വ വിഷയങ്ങളിൽ നമുക്ക് വിട്ടുനിൽക്കാനുള്ള തൗഫീഖ് നൽകണം അല്ലാഹ്. അല്ലാഹുവേ, അവിടുന്ന് നാം ഒരു തെറ്റ് ചെയ്യുമ്പോൾ നമുക്കത് തങ്ങൾ അവിടുന്ന് ഖബർ ഷരീഫിൽ നിന്ന് കാണുമെന്നാണ് നാം പഠിച്ചത്. ഇവിടെ നിന്ന് അങ്ങനെയാണ് നമുക്ക് പഠിപ്പിച്ചത്. അല്ലാഹ് ഹയ്യും ഫീ ഖബരി, ഞാൻ എൻ്റെ ഖബറിൽ ഹയാത്തുള്ളവനാണ്. നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളെല്ലാം ഞാൻ കാണുന്നു. നിങ്ങൾ നന്മ ചെയ്യുമ്പോൾ ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കും. നിങ്ങൾ തിന്മ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പൊറുക്കലിനെ തേടുമെന്ന് ഹബീബായ തങ്ങൾ പറയുമ്പോൾ ആ തങ്ങളെ വേദനിപ്പിക്കാതെ നമ്മുടെ ജീവിതം ധന്യപ്പെടുത്താനുള്ള തൗഫീഖ് നൽകണമല്ലോ, തൗഫീഖ് നൽകണമല്ലോ, തൗഫീഖ് നൽകണമല്ലോ. നമുക്കും ധാരാളം സ്വലാത്ത് ചൊല്ലാനും മറ്റുള്ളവരെ കൊണ്ട് സ്വലാത്ത് ചൊല്ലിപ്പിക്കാനും നമ്മുടെ മക്കളെ കൊണ്ട് സ്വലാത്ത് ചൊല്ലിപ്പിക്കാനും സ്വലാത്തിന്റെ വാക്താക്കളാക്കാനും മദ്ഹ് ചൊല്ലാനും മദ്ഹ് കേൾക്കാനും അവിടത്തെ കുറിച്ച് ധാരാളം പഠിക്കാനുള്ള തൗഫീഖ് നൽകണമല്ലോ. പഠിച്ചാൽ എത്ര പഠിച്ചാലും തീരാത്ത ഒരു വിഷയമാണ് തങ്ങളുടെ ജീവിതം. അല്ലാഹുവേ, നമ്മുടെ ജീവിതത്തിൽ ധാരാളം അവിടത്തെ കുറിച്ച് പഠിക്കാനുള്ള തൗഫീഖ് നൽകണമല്ലോ, തൗഫീഖ് നൽകണം റഹ്മാനേ. റബ്ബേ, ആരെയും നീ ഒരു അപകടത്തിൽ പെടുത്തല്ലേ അല്ലാ, ഒരു പ്രയാസത്തിൽ പെടുത്തല്ലേ അല്ലാ. മാരക രോഗങ്ങൾ തന്ന് പരീക്ഷിക്കല്ലേ അല്ലാ, പെട്ടെന്നുള്ള മരണങ്ങൾ തന്ന് ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാ. ഞങ്ങളെ നീ ഇവിടെ ആഖിറം നഷ്ടപ്പെടുത്തല്ലേ അല്ലാ. അല്ലാഹുവേ, പെട്ടെന്നുള്ള മരണങ്ങൾ, പെട്ടെന്നുണ്ടാകുന്ന മുസീബത്തിൽ ഞങ്ങളെ നീ പെടുത്തിരല്ലേ അല്ലാ. അല്ലാഹുവേ, മാരക രോഗങ്ങൾ തന്ന് ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാ. ഒരുപാട് ആളുകൾ എന്തെല്ലാം വിഷയങ്ങൾ പറഞ്ഞിട്ടാണ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ളത്. റബ്ബേ, ക്യാൻസർ ആണെന്ന് പറഞ്ഞു ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. മറ്റു പല രോഗങ്ങളാണെന്ന് പറഞ്ഞു ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, ആജിലായ ശിഫ കൊടു റബ്ബേ, പരിപൂർണ ശിഫ കൊടു റഹ്മാനെ, കാമിലായ ശിഫ കൊടു റഹ്മാനെ, എന്നേക്കുമുള്ള ശിഫ കൊടു റഹ്മാനെ. അത്തരത്തിലുള്ള രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിൽ മുളച്ചു വരുന്നുണ്ടെങ്കിൽ അവകളെ നീ പൂർണ്ണമായും തുടച്ചു മാറ്റണമല്ല, തുടച്ചു മാറ്റണം റഹ്മാനെ. നമുക്കെല്ലാം നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണമല്ല. നമ്മുടെ നാമാക്കിയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഉസ്താദന്മാരുണ്ട് റബ്ബേ, അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം നൽകണമല്ല. അല്ലാഹു, അവരുടെ എല്ലാ ക്ഷീണങ്ങളും എല്ലാ പ്രയാസങ്ങളും എല്ലാ രോഗങ്ങൾക്കും നീ പൂർണ്ണ ശിഫ നൽകണമല്ല, ആഫിയത്ത് നൽകണമല്ലോ, ആരോഗ്യം നൽകണമല്ലോ. അല്ലാഹുവേ, എന്തെല്ലാം വിഷയങ്ങൾ പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് റബ്ബേ. മക്കളുടെ എക്സാം എടുത്തു, അവരുടെ പരീക്ഷ എടുത്തു. അല്ലാഹ്, ഉന്നത വിജയം നൽകണമല്ലോ. പഠിച്ചതൊന്നും മറക്കാതെ എല്ലാ നിലക്കും നല്ല രൂപത്തിൽ എക്സാമിൽ എഴുതാനും ഉന്നത വിജയം കരസ്ഥമാക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. നല്ല മാർക്കോടുകൂടെ നമ്മുടെ മക്കളെ നീ വിജയിപ്പിക്കണം റഹ്മാനെ. ദീനിന്റെ ആളുകളാക്കണം റഹ്മാനെ. അല്ലാഹുവേ, രണ്ട് വിദ്യകൾ നല്ല രൂപത്തിൽ അതബോടെ പഠിക്കാനുള്ള തൗഫീഖ് നൽകണമല്ല. ഉസ്താദന്മാരുടെയും മുതിർന്നവരുടെയും മാതാപിതാക്കളുടെയും പൊരുത്തത്തോടെ അതബോടെ ജീവിക്കുന്ന മക്കളാക്കണം റഹ്മാനെ, നല്ല മക്കളാക്കണം അല്ലാഹ്. അല്ലാഹുവേ, വീടില്ലാതെ വിഷമം പറഞ്ഞവരുണ്ട്, നല്ല വീട് നൽകണമല്ല, ഖൈറായ നല്ല വീട് നൽകണമല്ല, നല്ല വാഹനം നൽകണമല്ല, ഇസ്സത്തുള്ള ജീവിതം നൽകണമല്ല. കടങ്ങൾ തീർക്കാനുള്ള വഴി നീ തുറന്നു തരണം റഹ്മാനെ. കടങ്ങൾ എത്രയും പെട്ടെന്ന് തീർക്കാനുള്ള സാമ്പത്തിക ശേഷി നൽകണമല്ല, ഹലാലായ വഴി നീ തുറന്നു തരണം റഹ്മാനെ. അല്ലാഹുവേ, മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് നല്ല മക്കളെ നൽകണമല്ലോ, സ്വാലിഹീങ്ങളായ സ്വാലിഹത്തന്മാരായ സന്താനങ്ങളെ നൽകണമല്ലോ. അല്ലാഹുവേ, നിന്റെ ദീനിന്റെ സേവകരാക്കണം റഹ്മാനെ, നിന്റെ ദീനിന്റെ ഖാദിമീങ്ങളാക്കണമല്ലോ. അല്ലാഹുവേ, ആലിമീങ്ങളാക്കണം റഹ്മാനെ. അല്ലാഹുവേ, മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണം റഹ്മാനെ, സ്വാലിഹത്തന്മാരാക്കണം റഹ്മാനെ. മുത്തായ തങ്ങളുടെ മുഹിബ്ബീങ്ങളാക്കണം റഹ്മാനെ. ഇവിടുത്തെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലുന്ന ആശിഖീങ്ങളായ മക്കളാക്കണം റഹ്മാനെ.
തന്ന മക്കളെ നീ ആ കൂട്ടത്തിൽ ചേർക്കണമല്ലോ. നല്ല ബുദ്ധിശക്തി കൊടുക്കണം റഹ്മാനെ, ഓർമ്മശക്തി നൽകണമല്ലോ. പഠിച്ചതൊന്നും മറക്കാത്ത നല്ല ബുദ്ധിശക്തി കൊടുത്ത് അനുഗ്രഹിക്കണം റഹ്മാനെ, നീ അനുഗ്രഹിക്കണം റഹ്മാനെ, നീ അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവെ, വിവാഹപ്രായമെത്തി എത്രയോ യുവതികൾ യുവാക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അനുയോജ്യകളെ കൊടുത്ത് അനുഗ്രഹിക്കണം അല്ലാ. എത്രയും പെട്ടെന്ന് അനുയോജ്യകളെ കൊടുത്ത് സന്തോഷമുള്ള ദാമ്പത്യ ജീവിതം കൊടുത്ത് അനുഗ്രഹിക്കണം റഹ്മാനെ, നീ അനുഗ്രഹിക്കണമല്ലോ. ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് നല്ല ജോലി നൽകണമല്ലോ, നല്ല ഖൈറായ നല്ല ജോലി നൽകണമല്ലോ. ഉള്ള ജോലിയിൽ നീ ബറക്കത്തും ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകണമല്ലോ, സന്തോഷം നൽകണമല്ലോ, റാഹത്ത് നൽകണമല്ലോ. അല്ലാഹുവേ, മരണം ഖൈറാകുന്ന സമയത്ത് പരിശുദ്ധ മദീനയിലേക്കൊന്നെത്തിപ്പിക്കണമല്ലോ. പരിശുദ്ധ മദീനയിലെത്തി അവിടെ പരിശുദ്ധ റൗള ശരീഫിൽ ചെന്ന് الصلاة والسلام عليك يا سيدي يا رسول الله എന്നിങ്ങനെ ധാരാളം സ്വലാത്തും സലാമും ചൊല്ലി ഒടുവിൽ അവിടുത്തെ പൂമുഖം കണ്ട് ഈമാനോടെ മരിക്കാനുള്ള തൗഫീക്ക് നൽകണമല്ലോ. ജന്നത്തുൽ ബഖിയിൽ ഒരിടം നൽകണമല്ലോ, ജന്നത്തുൽ ബഖിയിൽ ഒരിടം നൽകണം റഹ്മാനെ, തൗഫീക്ക് നൽകണമല്ലോ. നമ്മുടെ ദുആഇനെ നീ സ്വീകരിക്കണമല്ലോ, നീ സ്വീകരിക്കണം റഹ്മാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.